എക്സൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പലർക്കും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വർക്കിൽ മാക്സിമം സ്പീഡും എഫിഷ്യൻസിയും കൂട്ടാം, അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളെല്ലാവരും ഇപ്പോൾ സെയിൽസ് ഫീൽഡിലായാലും അക്കൗണ്ട്സ് ഫീൽഡായാലും ഇങ്ങനെ കുറച്ച് ഡാറ്റകൾ നമുക്ക് വരാറുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതിനെ സെൽസ് എന്ന് പറയും. ഇതിൻ്റെ അഡ്രസ്സാണ് ഈ കോളം, ഇത് അഡ്രസ് കോളം എന്ന് പറയും. ഓക്കെ, ഇതിങ്ങനെ സെലക്ട് ചെയ്ത ഇത് കോളം, ഇത് റോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഈ സെല്ലിൽ ഒരു സെയിൽസ് ഡാറ്റ, ഒരു കമ്പനിയുടെ സെയിൽസ് ഡാറ്റയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത്. സോറി, സെയിൽസ് ഡാറ്റ ഓഫ് ദി ഓർഗനൈസേഷൻ. മന്ത്, amount, ഓക്കെ. ഫിനാൻഷ്യൽ ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഏപ്രിൽ, മെയ്. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സൽ അങ്ങനെ ഒരുപാട് ഷോർട്ട് കീസുകളുണ്ട് എക്സലിൽ. ഇപ്പോൾ എമൗണ്ട് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ഏപ്രിൽ മാസത്തിൽ ഒരു 85 lakhs, 85 lakhs, 95 lakhs, 1 crore, 90 lakhs, 75 lakhs, 80 lakhs, 85 lakhs, 92 lakhs, 78 lakhs, 78 lakhs, 82 lakhs, 93 lakhs, 92 lakhs. സോറി, സീറോ കൂടിയിട്ട്. ഓക്കെ, ടോട്ടൽ സെയിൽ. ഇതാണ് നമ്മുടെ സെയിൽസ് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, 3-4 ചോദ്യങ്ങളാണ് ബേസിക്കലി സെയിൽസ് ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ ബോസ് ചോദിക്കുക. ഏതാണ് ടോട്ടൽ സെയിൽ, എത്ര ചോദിക്കും. ടോട്ടൽ സെയിൽ ഓഫ് ദി ഇയർ. നിങ്ങൾക്ക് ബേസിക് ഫോർമുലകളാണ് നമ്മൾ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ സെയിൽ ഓഫ് ദി ഇയർ, ആവറേജ് സെയിൽ, സൈസ് ഓഫ് ദി ഇയർ, maximum sales of the year, minimum sales of the year. ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സം ആയിട്ടുള്ള എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. ഇതിനൊരു ഫോർമുലയുണ്ട്. ഞാൻ ടെസ്റ്റിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം എന്താണ് ഫോർമുല. നമുക്ക് ഫോർമുല ടൈപ്പ് ചെയ്യാം. ഇതിൽ പലർക്കും അറിയാതിരിക്കാം, സ്റ്റിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണമല്ലോ. സം, ഈ റേഞ്ച് സെലക്ട് ചെയ്യണം. ഇതിൻ്റെ ഫോർമുല ആണ്. ഈ 4 ഫംഗ്ഷൻ്റെ ഫോർമുലയോടെ ടൈപ്പ് ചെയ്യാം. ആവറേജ്. എക്സൽ ഒരു ബെനിഫിറ്റ് നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ആ ഫോർമുല ഇവിടെ ലിങ്ക് ചെയ്യും.
പ്ലസ് ആയാലും ഈക്വൽ ടു ആയാലും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഈക്വൽ ടു ഇട്ടുണ്ട്. പക്ഷെ എക്സിനെ സംബന്ധിച്ച് രണ്ടും സെയിം ആണ്. ആവറേജിൽ റേഞ്ച് സെലക്ട് ചെയ്യണം. ഓക്കെ, മാക്സിമം സൈസ്, maximum volume, maximum amount in the range, minimum MIN, minimum amount of the range. Then in the formulas ഇതിൻ്റെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സം average maximum minimum ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. മാക്സിമം സെയിൽ, ടോട്ടൽ സെയിൽ 10 crore 47 lakh, average sale 87 lakh, maximum sale 1 crore, that means ഈ സെയിൽ, മിനിമം സെയിൽ 75. ഇത് നമുക്ക് ഇത്രയും ഡാറ്റാസ് ഓക്കെ. ഇതിൽ ഇപ്പോൾ പുറമെ ചിലപ്പോൾ ഒരുപാട് ലൈൻ ഐറ്റംസ് ഉണ്ടാകും, 1500 ലൈൻ ഐറ്റംസ് ഉണ്ടാകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഫോർമുലകൾ വളരെയധികം ഉപകാരം ചെയ്യും. ഇനി നമുക്ക് ഡാറ്റ പ്രസൻറ്റേഷനിൽ ചാർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പലരും എങ്ങനെ ഈ ചാർട്ട് ഇൻസെർട്ട് കഴിഞ്ഞാൽ ഇൻസെർട്ടിൽ പോവാം. ഇതൊക്കെ ഇതിന് റിബൺസ് എന്ന് പറയും. ഇതിൽ ഫങ്ഷൻസാണ്. ഇൻസെർട്ട് കീയിൽ വന്നിട്ട് ചാർട്ട് ബാർ സെലക്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് ചാർട്ടുകളുണ്ട്. ഈ ബാർ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ഡാറ്റ വരും. സെലക്ട് ഡാറ്റയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുക, ഏരിയ സെലക്ട് ചെയ്യുക, നമുക്ക് ഏതിൻ്റെ ചാർട്ട് വേണ്ട സെലക്ട് ചെയ്യുക. അതിൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് കിട്ടും. ദാറ്റ് മീൻസ് സെയിൽസ്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് ഇതിൻ്റെ ഇത് തന്നിട്ടുള്ളത് 1 month, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഇതിൽ പല ഫോർമാറ്റുകൾ ചെയ്യാം നമുക്ക്. ചേഞ്ച് ചാർട്ട് ടൈപ്പ് ഇട്ട് കോളംസ് ഇട്ട് കഴിഞ്ഞാൽ ഏപ്രിൽ സെയിൽ 80 lakh, 85 lakh, മെയ് സെയിൽ. ഇതെല്ലാം ഇതിൽ നമുക്ക് ടൈറ്റിൽ ബാർ മാറ്റാം. എമൗണ്ടിൽ സെയിൽസ് ഇട്ട് കൊടുക്കാം. അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഒരുപാട് ഇതിന് മെത്തേഡുകളുണ്ട്. ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇവിടെ ഫോർമാറ്റ് ചാറ്റ് ഏരിയ ഉണ്ട്. ഇതിൽ ബോർഡർ ഇട്ട് കൊടുക്കണമെങ്കിൽ ബോർഡർ ഇട്ട് കൊടുക്കാം. നോ ലൈൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈനൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഒരു ഡാറ്റനെ എങ്ങനെ ഭംഗി വരുത്താം, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ഇതാണ്. ഓക്കെ, പിന്നെ ഇച്ചിരി ഫോർമാറ്റിംഗ് കാണിക്കാം. നമുക്ക് എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ഒരു ടേബിൾ ഓപ്ഷൻ ഉണ്ട്. ഹോമിൽ ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ബോർഡർ വരും. ഇതിനും ബോർഡർ കൊടുക്കാം.
ഇതിന് മെർജ് ചെയ്യാം. ഓക്കെ, എന്നെ സെൻട്രലൈസ് ചെയ്തിട്ട് ഞാൻ അതിന് ഒരുപാട് ഭംഗി ഉണ്ടാവാം. ഇത് ഫോർമുല സാധാരണ എഴുതിയ കിട്ടില്ല, ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിയാണ്. ഇതൊക്കെ ജനറൽ ഫോർമാറ്റാണ് ഫോണ്ടിൽ. ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഗ്രിഡ് ലൈൻസ് നമുക്ക് കളയാം. വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻസ് കഴിഞ്ഞാൽ വെറും ഡാറ്റ ആയിരിക്കും. ഇതിന് ബോൾഡ് ചെയ്യാം. Ctrl+B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ചെയ്തിടാം. അല്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്, ഇറ്റാലിക് ആകാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ബേസിക് സ്റ്റെപ്സ്. ഇത് എക്സൽ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഒരുപാട് മാജിക്കുകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ വർക്കുകളുടെ ഭാരം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി പുതിയ സ്റ്റെപ്പുകളായിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, താങ്ക് യു.